ഉം. അപ്പോൾ മറക്കണ്ട, രാത്രി 11-നാ ട്രെയിൻ. അതും പറഞ്ഞ് അവൻ കുട്ടികൾക്ക് മാങ്ങ എറിഞ്ഞു കൊടുത്തു. ഭദ്ര രാത്രി എങ്ങനെ ഇറങ്ങുമെന്ന ചിന്തയോടെ തിരിഞ്ഞു. പിന്നെ കൊണ്ടുവച്ച ഭക്ഷണത്തിലേക്ക് നോക്കി. പറമ്പിലെ പണിക്കാർ അനന്തനെ കാണാതെ മുറുമുറുത്തെങ്കിലും അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ എല്ലാം നിശബ്ദമായി. കവുങ്ങിനും തെങ്ങിനും തടമെടുത്തതിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തിൽ അവൻ കുറച്ചുനേരം നടന്നു. കാലിൽ നിന്ന് അരിച്ചു കയറുന്ന തണുപ്പ്. സമയം 11 വെയിൽ വന്നിട്ടും വെള്ളത്തിന് തണുപ്പൊട്ടും കുറയുന്നില്ല. കുറച്ചുനേരം അവിടെ നിന്നിട്ട് അവൻ ഉള്ളിലേക്ക് കയറി. അടുക്കളയിൽ പാറു മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് കോളേജിൽ പോകുന്നില്ലടി പാറമ്മേ. അവൾക്ക് മടി. അവൾക്ക് വല്ലതും അറിയണോ? കഷ്ടപ്പെടാൻ ഞാൻ ഒരുത്തി ഉണ്ടല്ലോ. ജാനു അമ്മ മൂക്ക് ചീറ്റി സങ്കടം പറയുന്നുണ്ട്. അതുകൊണ്ട് അനന്തൻ മുഖം ചുളിച്ച് പാറുവിനെ നോക്കി. അവൾക്ക് ചിരി വന്നെങ്കിലും ചിരിച്ചില്ല. അനന്തൻ ഹാളിലേക്ക് നടന്നു. പുറകെ പാറുവും. അനന്തേട്ടാ. റൂമിലേക്ക് സ്റ്റെപ്പ് കയറാൻ നിന്ന അനന്തൻ വിളികേട്ട് തിരിഞ്ഞു നിന്നു. എന്താടി പാറമ്മേ? ആരെയും മയക്കുന്ന നിറഞ്ഞ ചിരിയോടെ അവൻ ചോദിച്ചു. പാറു അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കേട്ടതൊക്കെ നേരാണോ? എന്ത്? അനന്തൻ്റെ പുരികമുയർന്നു. രണ്ടു കൈയും ഇടുപ്പിൽ വെച്ചവൻ നിന്നു. അത് മംഗലത്തെ ബദ്രിയും ഏട്ടനും. നേരാ. ഇല്ല, അനന്തേട്ടൻ നുണ പറയാ. ഞാനെന്തിനാ നുണ പറയുന്നേ? എന്നെ ഒഴിവാക്കാൻ. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും നിന്നെ ഞാൻ സ്വീകരിക്കില്ല. അതെന്താ? ഞാൻ ബാല്യക്കാരിയുടെ മോളായതുകൊണ്ടാണോ? അല്ല, ഞാൻ നിന്നെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത് കാണുന്നതുകൊണ്ട്. അനന്തൻ അതും പറഞ്ഞ് തിരിഞ്ഞു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഒക്കെ നുണയാ. എന്നെ പറ്റിക്കാൻ. അനന്തൻ കണ്ണ് രണ്ടും ഇറുക്കിയടച്ച് തുറന്നു. അവൾക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ നിന്നെ വിശ്വസിപ്പിക്കാൻ ഇന്ന് രാത്രി കൂടെ അവളുടെ അടുത്ത് പോവാം. എന്നിട്ട് നാട്ടുകാരെ കൂട്ടാം. എന്തേ? അപ്പോൾ വിശ്വസിക്കുമോ? അനന്തൻ വീണ്ടും തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ച് പാറു പുറത്തേക്ക് ഓടി. രാത്രി അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോൾ ഭദ്രയും അവൾക്കൊപ്പം ഇരുന്നു. നീ എന്താ ഇവിടെ? അത്താഴം കഴിക്കാൻ. കണ്ടൂടെ? അവൾ അവിടെ ഇരുന്നോട്ടെ പെങ്ങളെ. വേണു വഷളം ചിരിയോടെ ഭദ്രയെ നോക്കി. എന്തോ പറയാൻ വന്ന നളിനി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഭദ്ര ഇതൊന്നും ഗൗനിക്കാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിലൂടെ ഭദ്രയുടെ പാവാടയ്ക്കിടയിലൂടെ ഒരു കാൽ അവളുടെ കാലിനെ ഒഴിയാൻ തുടങ്ങി. അവൾ നേരെ നോക്കി. വേണുവച്ചനും ഷാകേഷുമാണ് നേരെ. രണ്ടാളിൽ ആരെങ്കിലും ആവും. ഭദ്ര ഇടതു കൈകൊണ്ട് പാവാടെ കുത്തിയ പിന്നെടുത്ത് കയ്യിൽ പിടിച്ചു. ഉയർന്നൊഴിയുന്ന കാലിൽ ആഞ്ഞുകുത്തി. അയ്യോ! വേണു അലറി. എന്താ? എന്തുപറ്റി? രാഗിണി പേടിച്ചുകൊണ്ട് അയാൾക്കരികിൽ ചെന്നു. ഒന്നുമില്ല. റാഗി രുചി കൂടിയപ്പോൾ നാക്ക് കടിച്ചതാ. മെല്ലെ കഴിച്ചാൽ പോരെ? ഇതിങ്ങനെ മുന്നിൽ വെച്ചാൽ എൻ്റെ നിയന്ത്രണം പോവും. അത്രയ്ക്ക് രുചിയാ. വേണു ഭദ്രയെ നോക്കി മാമ്പഴ പുളിശ്ശേരി പ്ലേറ്റിലേക്ക് വിളമ്പി. ഭദ്ര, പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് കിടന്നാൽ മതി, നളിനി പറഞ്ഞു. ഭദ്ര അമ്മാവനെ നോക്കി. അയാൾ നിസ്സഹായനാണ്. ഭദ്ര എല്ലാവരും കഴിച്ച പാത്രങ്ങളെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പണ്ട് അമ്മിക്കല്ല് വെച്ചിരുന്ന തിട്ട് പൊളിച്ച് അവിടെ പാത്രം കഴുകാൻ സ്ലാബ് പണിതു. പൈപ്പ് തുറന്ന് ഭദ്ര പാത്രങ്ങൾ ഓരോന്നും മെല്ലെ കഴുകാൻ തുടങ്ങി. ഇങ്ങനെ ആണോടി കഴുകുന്നേ? നല്ലോണം വേഗത്തിൽ ഉരച്ച് കഴുകടി. എനിക്ക് വയ്യ. അമ്മായി കഴുകിക്കോ. അല്ലേ ഞാൻ നാളെ കഴുകാം. എനിക്ക് ഉറക്കം വരുന്നു. ആ, അങ്ങനെ ഇപ്പോൾ നീ ഉറങ്ങണ്ട. എല്ലാം കഴുകിക്കഴിഞ്ഞിട്ട് നീ കിടന്നാൽ മതി. നളിനി അതും പറഞ്ഞ് കിടക്കാൻ പോയി. ഭദ്ര പാത്രങ്ങളെല്ലാം കഴുകി. എല്ലാവരും ഉറങ്ങിയിരുന്നു. ഭദ്ര റൂമിലേക്ക് ചെന്ന് വസ്ത്രം മാറി. വെള്ള ധാവണി ഒന്നെടുത്തു. പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു. മെല്ലെ വാതിൽ ചാരി ഇറങ്ങി. അടുക്കളയിലെ ലൈറ്റ് ഓഫാക്കി അവൾ പുറത്തേക്കിറങ്ങി. നല്ല നിലാവുണ്ട്. അവൾ മുകളിലേക്ക് നോക്കി. ആകാശത്ത് നെഞ്ചും വിരിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ. മരങ്ങൾക്കിടയിലൂടെ ചെറിയ വെളിച്ചം അരിച്ചിറങ്ങുന്നു. അവൾ തൊടിയിലേക്ക് ഇറങ്ങി. മരങ്ങൾ കൂട്ടമായി നിൽക്കുന്നിടത്ത് പൂർണ്ണമായ ഇരുട്ടാണ്. കണ്ണടച്ച് നടന്നാലും വഴി തെറ്റില്ല, അത്രയ്ക്ക് ഉറപ്പാണ്. കുഞ്ഞിലെ അച്ഛൻ നടത്തിയ വഴി. ആ ഓർമ്മയിൽ അവൾ വേഗം നടന്നു. ശരീരത്തിനു വേണ്ടി മുറിവിളി കൂട്ടുന്നവർക്കിടയിൽ നിന്ന് ഓടുകയാണ്. പാപം പ്രേതവും ഒന്നുമല്ല, ഭയം. ശരീരം കൊത്തി വലിക്കാൻ ശ്രമിക്കുന്ന ചില കഴുകന്മാരാണ്. അവരെയാണ് പേടിക്കേണ്ടത്. തൊടി വേഗം കടന്നു അവൾ. വേലി മാറ്റിവെച്ച് വഴിയിലേക്ക് ഇറങ്ങി. ഒരു ഭാഗത്ത് വീടുകളാണ്, മംഗലം മന ഉൾപ്പെടെ. മറുവശത്ത് വെട്ടുകല്ലിനാൽ നിർമ്മിച്ച മതിലും. വെട്ടുകല്ലിന്റെ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിപ്പോൾ കറുത്തിരിക്കുന്നു. അതിന്മേൽ ഒരുപാട് ചെറിയ പുല്ലുകളും. ഭദ്ര ഒക്കെ തൊട്ടും തലോടിയും നടന്നു. ഇനിയും 10 വീടുകൾ കഴിയണം മേലിടത്തെ കുളമെത്താൻ. പണ്ട് അനന്തൻ്റെ അമ്മ മുങ്ങി മരിച്ച പിന്നെ ആരും കുളത്തിലേക്ക് പോകാറില്ല. അതിനു ചുറ്റും ഒരു ചെറിയ കാട് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. മേലിടത്ത് എത്തിയാൽ വേഗം അറിയാം, അവിടെ വേലിയില്ല. അരക്കൊപ്പം ഉയരത്തിൽ ചെറിയ സ്നേഹമതിലാണ്. ഭദ്ര മതിൽ ചാടി കുളത്തിനരികെ നടന്നു. കുളത്തിന്റെ മറുവശം ഒരു വലിയ മുളങ്കൂട്ടമാണ്. ഭദ്ര കുളത്തിലേക്ക് കാലിട്ടിരുന്നു. ആകാശചന്ദ്രന്റെ പ്രതിബിംബം കുളത്തിൽ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു.
ഷാപ്പിൽ നിന്നും 6ാമത്തെ കുപ്പിയും വായിലേക്ക് കമഴ്ത്തി അനന്തൻ എഴുന്നേറ്റു. കാലിയായ കുപ്പി ബെഞ്ചിൽ വെച്ച് കാശ് കൊടുക്കാൻ അവൻ പേഴ്സ് തപ്പി. ഇത് കഴിഞ്ഞ് എങ്ങോട്ടാ അനന്ത? മേലേടത്തേക്കോ അതോ മംഗലത്തേക്കോ? ഷാപ്പിലെ വർക്കിച്ചേട്ടനാണ്. അയാൾ പറയുന്നത് കേട്ട് ഷാപ്പിലെ എല്ലാവരും ചിരിച്ചു. അനന്ത പേഴ്സിൽ നിന്ന് കാശെടുത്ത് മേശയ്ക്ക് മുകളിൽ വെച്ചു. എൻ്റെ വർക്കിച്ച, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ അനന്ത? ഈ ഭ്രാന്തന്മാർ ആരേലും കൊന്നാൽ അവരുടെ പേര് കേസുണ്ടാവില്ല, മനസ്സിലായോ? വർക്കി ഉമിനീരിറക്കി തലയാട്ടി. എല്ലാവരോടും കൂടിയ അതും പറഞ്ഞ് അനന്തൻ ഇറങ്ങി. കൂട്ടടയ്ക്ക കുള്ളത്തി കൂട്ടുകൂടാൻ വരുമോ? അനന്ത് സ്വയം രചിച്ച വരികളും ഈണവും പാടിക്കൊണ്ട് വണ്ടിയെടുത്തു. നല്ല നിലാവാണ്. അനന്തന് അമ്മയെ ഓർമ്മ വന്നു. നിലാവുള്ളപ്പോൾ അമ്മ തന്നെയും കൊണ്ട് ടെറസിൽ കിടക്കും. മാനം നോക്കി താനും അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്ന്. ആ ഓർമ്മയിൽ അനന്തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. അനന്തൻ കുളമെത്തിയപ്പോൾ വണ്ടി സ്ലോവാക്കി നിർത്തി. അമ്മയോട് പറയണം, എല്ലാം പറയണം. അവൻ ഓരോന്ന് പറഞ്ഞ് വേച്ച് വണ്ടിയിൽ നിന്നിറങ്ങി. മതിൽ ചാടി കുളത്തിനടുത്തേക്ക് നടന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഭദ്ര മുളങ്കൂട്ടത്തിലേക്ക് നീങ്ങി നിന്നു. അവൻ കുളത്തിനരികെ ചെന്ന് നിന്നു. അമ്മ എന്തിനാ എന്നെ വിട്ടു പോയേ? ഞാനാണോ അമ്മയെ കൊന്നേ? അനന്തൻ്റെ നാക്ക് കുഴയുന്നുണ്ട്. അവനെവിടെയിരുന്നു? ഭദ്ര അവൻ്റെ സംസാരം കാതോർത്തു. എന്നെ എല്ലാവരും ഭ്രാന്തനെന്നാ വിളിക്കണേ. നേരെ നിന്ന് അനന്താന്ന് വിളിച്ചാലും തിരിഞ്ഞു നിന്ന് വട്ടനെന്നാ പറയണേ. 15 വർഷമായി. അമ്മയ്ക്ക് വല്ലതും അറിയോ? അനന്തൻ്റെ സ്വരമിടറി. അനന്തൻ കാലുകൾ മടക്കി വെച്ച് കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് മുഖം മുട്ടിനിടയിലേക്ക് വെച്ചു. കാണാൻ പോയ പെണ്ണ് പറഞ്ഞത്രേ വട്ടനെ പേടിയാണെന്ന്. ശങ്കരമാമ എന്നോട് പറഞ്ഞില്ല, പാവം. അനന്തൻ അങ്ങനെ തന്നെ മലർന്നു കിടന്ന് കൈ തലയ്ക്ക് പിന്നിൽ വെച്ചു. എന്താ അനന്തേട്ട വണ്ടിയുടെ നിർത്തിയിട്ട് കുളത്തിൻ്റെ അവിടെ? ചെത്തുകാരൻ വേലായുധനാണ്. പറയുന്നതിനൊപ്പം അവൻ മതിൽ ചാടിയിരുന്നു. എൻ്റെ തൊടി, എൻ്റെ കുളം, അതിന് നിനക്കെന്താ? അവനെ ഒന്ന് നോക്കിയിട്ട് അനന്തൻ പഴയപടി കിടന്നു. അല്ല, കൂട്ടിന് ആരെങ്കിലും ഉണ്ടോന്നറിയാൻ. ആ ഉണ്ടായിരുന്നു. ആ മംഗലത്ത് ഭദ്ര ഇപ്പൊ പോയേ ഉള്ളൂ. ഒളിച്ചു നിന്ന ഭദ്ര ഞെട്ടി. ഓ, അപ്പോൾ കേട്ടതൊക്കെ ശരിയാണല്ലേ? ആ, ഞാൻ കല്യാണത്തിന് എൻ്റെ അമ്മയുടെ സമ്മതം വാങ്ങാൻ വന്നതാ. അമ്മ ഇപ്പോൾ വരും. ആര്? മരിച്ചുപോയ അംബികാമ്മയോ? ആ, അല്ലാതെ വേറെ ആരാ എൻ്റെ അമ്മ? ഏയ്. വേലായുധൻ ചുറ്റും ഭയത്തോടെ നോക്കിക്കൊണ്ട് അനന്തനടുത്തേക്ക് ചെന്നു. വേലായുധൻ വരുന്ന കണ്ട ഭദ്ര കുറച്ചുകൂടി ഉള്ളിലേക്ക് നീങ്ങിയതും കയ്യിൽ മുള്ളുകൊറി. ആ, ഭദ്ര അലറിക്കൊണ്ട് മുളങ്കൂട്ടത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളുടെ ശബ്ദം കേട്ട അനന്തനും വേലായുധനും ഞെട്ടി. നിലാവെളിച്ചത്തിൽ വെള്ള താവണി മാത്രം കണ്ട് വേലായുധൻ അലറി. അയ്യോ, അംബികാമ്മ! അനന്തേട്ട ഓടിക്കോ! മതിൽ ചാടുന്നതിനിടയിൽ വേലായുധൻ അലറി. ഫാമിലി. മംഗലത്ത് തറവാട്. രാഘവനും പെങ്ങൾ രാഗിണിയും. രാഘവന്റെ ഭാര്യ നളിനി. മക്കൾ ശാകേഷ്, ശരണ്യ. രാഗിണിയുടെ ആദ്യ ഭർത്താവ് വിജയൻ ജീവിച്ചിരിപ്പില്ല. മകൾ ഭദ്ര. രാഗിണിയുടെ 2ാമത്തെ ഭർത്താവ് വേണു. മകൾ ഭവ്യ. മേലേടത്തെ തറവാട്. അനന്തൻ. അമ്മ അംബിക. അച്ഛൻ ആരെന്ന് അറിയില്ല. അനന്തൻ്റെ കാര്യസ്ഥൻ ശങ്കരൻ. ഭാര്യ വിലാസിനി. മക്കൾ വിഷ്ണു, മിഥില. അനന്തൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജാനുവേടത്തി. ജാനുവേടത്തിയുടെ മകളുടെ മകൾ പാർവതി. പാർവതിയുടെ അച്ഛനും അമ്മയും മരിച്ചുട്ടോ. അനന്തൻ പായിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഭദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് പരുങ്ങി. അനന്തൻ അവളുടെ അടുത്തേക്ക് നടന്നു. ആരാ? ഭദ്ര ഒന്നും മിണ്ടിയില്ല. നീ ആരാന്ന് ചോദിച്ചേ? ആനന്ദൻ്റെ ശബ്ദം ഉയർന്നു. ഭദ്ര ഒന്ന് ഞെട്ടി. ഞാൻ പിന്നെ മംഗലത്തെ. മംഗലത്തെ? മംഗലത്തെ ഭദ്ര. ഏ? ആനന്ദൻ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്ത് അവളുടെ മുഖത്തേക്ക് അടിച്ചു. ആനന്ദൻ അന്താളിച്ച് പുറകോട്ട് മാറി. ഭദ്ര തലതാഴ്ത്തി നിന്നു. നീ എന്താ ഈ നേരത്തെ ഇവിടെ? അത് ഞാൻ പിന്നെ എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. നിന്നോട് ചോദിച്ചേ കേട്ടില്ലേ? ആനന്ദൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എൻ്റെ അച്ഛനൊന്നുമല്ലല്ലോ. ആനന്ദൻ 2 കണ്ണും മുറുക്കെ മൂടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നീ ഒരു പെൺകുട്ടിയല്ലേ? ഈ പാതിരാത്രി ഇവിടെ എന്താ? അതാ ചോദിച്ചേ. അതെന്താ? പെൺകുട്ടികൾ പാതിരാത്രി പുറത്തിറങ്ങാൻ പാടില്ലേ? ആനന്ദൻ്റെ അവസാനത്തുള്ളി ക്ഷമയും നശിച്ചു. അവൻ കൈവീശി ഒന്ന് കവിളിൽ കൊടുത്തു. ദേ പോണു ഭദ്ര കുളത്തിലേക്ക്. ആ, അവിടെ കിടക്ക്. കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ ശരിയായിക്കൊള്ളും. ആനന്ദൻ തിരിഞ്ഞു നടന്നു. 2 അടി വെച്ച ശേഷം അവൻ തിരിഞ്ഞു നോക്കി. ഭദ്ര അപ്പോഴും മുങ്ങിത്താഴുന്നുണ്ടായിരുന്നു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഫോൺ നിലത്തിട്ട് അവൻ കുളത്തിലേക്ക് എടുത്തു ചാടി. മുങ്ങിത്താഴുന്ന ഭദ്രയുടെ മുടിയിൽ വലിച്ച് അനന്തൻ കരയിലേക്ക് കയറ്റിക്കിടത്തി. അവൻ വേഗം ഫോണെടുത്ത് ടോർച്ച് ഓൺ ചെയ്ത് അവളുടെ മുഖത്തേക്ക് അടിച്ചു. ഡി ഭദ്രേ, ഡി എണീക്കടി. അനന്തൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ആനന്ദന് ടെൻഷൻ കൂടി. അവൻ വീണ്ടും അവളുടെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഫോണരികെ വെച്ച് അവൻ അവളുടെ വയറിൽ കൈവച്ച് അമർത്തിക്കൊണ്ടിരുന്നു. ഭദ്ര ചുമച്ചുകൊണ്ട് വെള്ളം തുപ്പിക്കൊണ്ടിരുന്നു.
അവൾ ചുമച്ച് ചുമച്ച് കണ്ണു തുറന്നു. അനന്തൻ വേഗം അവളെ വാരിയെടുത്ത് മടിയിൽ കിടത്തി. ഡി വീണ്ടും അനന്തൻ അവളുടെ കവിളിൽ തട്ടി. മകരത്തിലെ മഞ്ഞ് അവരെ പൊതിയുന്നുണ്ടായിരുന്നു. ഭദ്ര ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു. അനന്തൻ അവളെ പൊതിഞ്ഞു പിടിച്ച് 2 മിനിറ്റ് നേരം ഇരുന്നു. അകലിൽ നിന്ന് ആരുടെയൊക്കെയോ ശബ്ദം കേട്ട് അനന്തൻ ഭദ്രയെ നോക്കി. ഡി ഭദ്ര ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. അനന്തൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഭദ്രയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. നമ്മളെന്താ ഇവിടെ? ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ദേ ആരണ്ടൊക്കെ വരുന്നുണ്ട്. നീ വന്നേ. എങ്ങോട്ട്? അനന്തൻ അതിന് മറുപടി പറയാതെ അവളുടെ കയ്യിൽ പിടിച്ചു നടന്നു. അനന്തൻ മതിൽ ചാടി. പുറകെ ഭദ്രയും. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. നീ കയറ്, ഞാൻ വീട്ടിലേക്കാം. പുറകെ വരുന്ന ആൾക്കൂട്ടത്തേക്ക് നോക്കിയവൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകൂല. പിന്നെ? അനന്തൻ നെറ്റി വീണ്ടും ചുളിഞ്ഞു. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയാൽ മതി. അനന്തൻ പല്ലിറുമ്മി. കയറ് നീ. ഭദ്ര പുറകെ വരുന്ന ആൾക്കൂട്ടത്തിലേക്ക് നോക്കി വേഗം അനന്തൻ്റെ പുറകിൽ കയറി. ബുള്ളറ്റ് വലിയ ശബ്ദത്തോടെ മേലെടുത്തേക്ക് പാഞ്ഞു. ഈ സമയം ആൾക്കൂട്ടത്തിൽ നീ കണ്ടതാണോ വേലായുധ? നാട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. സത്യം, ഞാൻ എന്തിനാ നുണ പറയുന്നേ? അനന്തേട്ടൻ ജീവനോടെ ഉണ്ടോന്നാ എൻ്റെ പേടി. എന്തായാലും പോയി നോക്കാം, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ബുള്ളറ്റ് മേലെടുത്ത് പോർച്ചറിലേക്ക് കയറ്റി നിർത്തി. ഭദ്ര ഇറങ്ങി ചുറ്റും നോക്കി. പിന്നെ വീടിനുള്ളിലേക്കും. ഇവിടെ ആരുമില്ല. അനന്തൻ അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു. വാ. അനന്തൻ വാതി തുറന്ന് ഉള്ളിലേക്ക് കയറി. ഒന്ന് സംശയിച്ചുകൊണ്ട് ഭദ്ര പുറകെയും. ഭദ്ര കയറിയതും അനന്തൻ വാതിലടച്ചു. ഭദ്ര ഞെട്ടിക്കൊണ്ട് അനന്തനെ നോക്കി. അവന്മാരൊന്ന് വീട്ടിൽ പോവട്ടെ, എന്നിട്ട് കൊണ്ടുവിടാം, അനന്തൻ പറഞ്ഞു. ഭദ്ര നിരാശയോടെ മൂളി. അനന്തൻ അവളെ ഒന്ന് നോക്കി. വെള്ള താവണി നനഞ്ഞൊട്ടി. അവളുടെ ആകാരവടി പകുതിയും കാണാമായിരുന്നു. അനന്തൻ തിരിഞ്ഞു നിന്ന് തലയൊന്ന് കുടഞ്ഞു. താടിയിൽ തടവി. അല്ല, നീ ഈ രാത്രിയിൽ എങ്ങോട്ട് പോവാ? അനന്തൻ ചോദിച്ചു. എറണാകുളത്തേക്ക്. അവിടെ എന്താ? അവിടെ നാളെ ഇൻ്റർവ്യൂ ഉണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് എത്തണം. ജോബ് ശരിയായാൽ അവിടെ തന്നെ നിൽക്കാം. എങ്ങനെയാ പോകുന്നേ? ട്രെയിനുണ്ട് 11 മണിക്ക്. അനന്തൻ മൂളിക്കൊണ്ട് സ്റ്റെപ്പ് കയറി. ഭദ്രയ്ക്ക് വല്ലാത്ത തണുപ്പ് തോന്നി. അവൾ കൈകെട്ടി വിറച്ചുകൊണ്ട് നിന്നു. അനന്തൻ അപ്പോഴേക്കും ഡ്രസ് മാറി ഒരു ടർക്കി കൊണ്ടുവന്ന് കൊടുത്തു. അവളത് വാങ്ങി തല തുടച്ചു. നീ എന്തെങ്കിലും കഴിച്ചോ? അവൾ തലയാട്ടി. അനന്തൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. അതെ. അനന്തൻ തിരിഞ്ഞു. എന്തേ? എൻ്റെ ഡ്രസ്സ് നനഞ്ഞു. വേറെ എൻ്റെ ഒന്നുമില്ല. അതിന് ഇവിടെ എന്തേലും? എൻ്റെ ഷർട്ടും മുണ്ടും മതിയോ? ഏയ് അതല്ല, അംബിക അമ്മയുടെ. അതൊന്നും തരാൻ പറ്റില്ല. ഓ, അവൾ ചുണ്ടുകൂട്ടി. ഭദ്ര നിന്നിടം മൊത്തം താവണിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളാൽ നിറഞ്ഞിരുന്നു. 5 മിനിറ്റിനു ശേഷം അനന്തൻ മുണ്ടിൻ്റെ തുമ്പുകൊണ്ട് കൈയും വായും തുടച്ച് അടുക്കളയിൽ നിന്നും വന്നു. പോവാം. ഭദ്രയ്ക്ക് നല്ല രീതിയിൽ മൂളണമെന്നുണ്ട്. പക്ഷെ തണുപ്പും നനഞ്ഞ വസ്ത്രങ്ങളും അതിന് പാരയായി. മൂളിൽ തണുപ്പിൽ മുങ്ങിപ്പോയി. വയ്യാത്ത അമ്മൂമ്മമാർ മൂളുന്ന പോലെയുള്ള ശബ്ദം കേട്ട് അനന്തൻ അവളെ തിരിഞ്ഞു നോക്കി. വിറയ്ക്കാണ് പെണ്ണ്. അവനൊന്ന് നെടുവീർപ്പിട്ട് അമ്മയുടെ മുറിയിലേക്ക് നടന്നു. ഭദ്രേ, അനന്തൻ അമ്മയുടെ മുറിയിൽ നിന്നാണ്. ഓ, ഇങ്ങ് വാ. ഭദ്രയ്ക്ക് ചെറിയ പേടി തോന്നി. എന്നാലും അവൾ ധൈര്യം സംഭരിച്ച് അവൻ വിളിച്ചിടത്തേക്ക് നടന്നു. ഭദ്ര ചെല്ലുമ്പോൾ അനന്തൻ ഒരു തടിയലമാരിയിൽ നിന്ന് ഒരു സെറ്റ് മുണ്ടും ബ്ലൗസും എടുത്തു വെച്ചു. ഭദ്ര ഒന്ന് മുരടനക്കി. അനന്തൻ അലമാര അടച്ച് തിരിഞ്ഞു. ദാ ഇതെടുത്തുടുത്തോ. അതും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി. 2 മിനിറ്റിന് ശേഷം ഭദ്ര പുറത്തേക്കിറങ്ങി. അവളെ നോക്കി അവൻ്റെ ശ്വാസം നിലച്ചു. അഴിച്ചിട്ട മുടിയും ഭംഗിയായി ഉടുത്ത സെറ്റ് മുണ്ടും അവളുടെ തലയിൽ നിന്ന് ഒരു പ്രത്യേക സുഗന്ധം അവനിലേക്ക് വ്യാപിച്ചു. പോവാം, അവൾ അടുത്തുനിന്ന് പറഞ്ഞപ്പോഴാണ് അവന് ബോധം വന്നത്. അവൻ തലവൊന്ന് കുടഞ്ഞു. രണ്ടാളെ പുറത്തേക്കിറങ്ങി. അനന്തൻ വീട് പൂട്ടി ഇറങ്ങി. പോർച്ചറിൽ നിന്നും ബുള്ളറ്റ് എടുത്തു. ഭദ്രയും കൊണ്ട് ബുള്ളറ്റ് പാടത്തെ റോഡിലൂടെ പാഞ്ഞു. ഇരുവശവും പാടമാണ്, നടുക്ക് റോഡും. കുറച്ചുകൂടെ പോയാൽ പാടം ഒരു ഭാഗത്ത് മാത്രമാവും, മറുഭാഗത്ത് തോടും, അതിനപ്പുറം കടകളും. നീ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നേ? ആരും സമ്മതിക്കില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നു. പിന്നെ അവൻ ഒന്നും ചോദിച്ചില്ല. ശാപം പൂട്ടി വർക്കി തോട് കടക്കാൻ പാലത്തിൽ സൈക്കിൾ കയറ്റി ചവിട്ടുമ്പോൾ തോടിനപ്പുറം റോഡിൽ ബുള്ളറ്റ് പോകുന്ന കണ്ട് അയാൾ മുഖത്തിരുന്ന കണ്ണട ഒന്നുകൂടെ നേരെയാക്കി നോക്കി. അതെ, അനന്തൻ തന്നെ. കൂടെ മംഗലത്തെ കുട്ടിയല്ലേ? അയാളുടെ പഴയ നോക്കിയ കീപാഡ് ഫോണിൽ നിന്നും മംഗലത്തെ വേണുവിൻ്റെ ഫോണിലേക്ക്. അപ്പോഴേക്കും കോൾ പോയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് എടുത്തോ? അനന്തൻ ചോദിച്ചു. ഇല്ല. ഇവിടെ നിൽക്ക്. 5 മിനിറ്റ് കഴിഞ്ഞാണ് അനന്തൻ വന്നത്. അവൻ്റെ കയ്യിൽ ടിക്കറ്റും ഒരു കുപ്പി വെള്ളവും ഉണ്ടായിരുന്നു. അതവൻ അവൾക്ക് നേരെ നീട്ടി. അവൾ നന്ദിയോടെ അവനെ നോക്കി. പൊക്കോ, നന്ദിയുണ്ട് എല്ലാത്തിനും. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി.
ആനന്ദൻ ചുറ്റും നോക്കി. കുറച്ച് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമുണ്ട്. അവൻ പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി നേരെ മേലയിടത്തേക്ക്. മേലയിടത്തെത്തിയതും ആനന്ദൻ ഇറങ്ങി. കുടിച്ച കെട്ടെല്ലാം പോയി. അവൻ വാതി തുറന്ന് ചുറ്റും നോക്കി. പിന്നെ താഴേക്ക് നോക്കി. വെള്ളമാണ്. അവൾ നിന്നിടമാണ്. ഉറക്കം വന്ന് കണ്ണിൽ തട്ടുന്നുണ്ട്. മനസ്സ് അസ്വസ്ഥമാണ്. അവൻ നേരെ ബെഡിലേക്ക് വീണു. 1 മണിക്കൂറിന് ശേഷം കൃത്യം 12 മണിയോടെ മേലയിടത്തേക്ക് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു.